ഫ്രീ ഫുട്ബോളിന്റെ മറ്റൊരുളിക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രീമിയർ ലീഗിലെ ചെൽസിയുടെയും ലിവർപൂളിന്റെയും മത്സരങ്ങളിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. ചെൽസിയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം. ലണ്ടൻ ഡാബി ആയിരുന്നു. വെസ്റ്റ് ഹാമിനെതിരെയായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. വെസ്റ്റ് ഹാമിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു മത്സരം ഉണ്ടായിരുന്നത്. 3-0 എന്നുള്ള സ്കോറിലാണ് ചെൽസി ഈ മത്സരം വളരെ കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ച് കയറിയുള്ളത്. 3-ൽ കൂടുതൽ ഗോൾ കഴിക്കാനുള്ള അവസരം ചെൽസിക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഡിസിഷൻ മേക്കിംഗിൽ ഇത്തിരി കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ ചെൽസിക്ക് 3-ൽ കൂടുതൽ ഗോളുകൾ അടിക്കാമായിരുന്ന കാര്യം ഓർക്കേണ്ടതാണ്. അത്തരത്തിലുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിജയം. ഇതോടുകൂടി ചെൽസി ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് എവേ മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റോട് കൂടി വിജയിച്ചിരിക്കുകയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ 10 പോയിന്റ്സ് 5 മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻസോ മരസ്കയുടെ ചെൽസിക്ക് ഗുഡ് സ്റ്റാർട്ടാണ് അവർക്ക് ഈ സീസണിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുണ്ട്. ഇത് എത്രത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ബിഗർ ടെസ്റ്റുകൾ വരുമ്പോൾ ഏത് രീതിയിൽ ചെൽസി അതിനെ നേരിടുന്നതൊക്കെ കണ്ടറിയാം. അപ്പോൾ ഈ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ലോപ്പറ്റേഹി എന്ന് പറയുന്ന വെസ്റ്റ് ഹാമിന്റെ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് എല്ലാം പാളിപ്പോയ മത്സരം. എൻസോ മരസ്ക കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ, ലോപ്പറ്റേയുടെ ടാക്ടിക്സിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു പരിപാടിയും ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ മാത്രമല്ല വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം ഡ്രെഡ്ഫുൾ ഷാർട്ടാണ്. അവർ മോയ്സിനെ മാറ്റിയിട്ട് ലോപ്പറ്റേഹിനെ കൊണ്ടുവരുമ്പോൾ കുറേ ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ട്. കുറേ ന്യൂ സൈനിങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ശൈലിയിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരണം, കുറേ കൂടി ഫ്ലെയർ ഫുട്ബോൾ കളിക്കണം എന്നുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ലോപ്പറ്റേഹിയുടെ കീഴിൽ ഈ സീസൺ നല്ല രീതിയിലല്ല തുടങ്ങിയിരിക്കുന്നത്. ഹോമിൽ ആദ്യ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ. അവർക്ക് 4 പോയിന്റ്സ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ 4 പോയിന്റ്സും എവേ മത്സരങ്ങളാണ് വന്നത്. ഹോമിൽ സ്വന്തം ക്രൗഡിന് മുമ്പിൽ അവർ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇത്തിരി കൺസേണിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ എന്താണ് ഈ എഡ്സൺ അൽവാരസും ഗുഡോ റോഡ്രിഗസുമാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ബോവൻ ഒരു ഫോൾസ് നൈനായിട്ട് ലെഫ്റ്റ് വിംഗിൽ സമർവിലിന് ഫസ്റ്റ് ഫുൾ ഹോം ഡെബ്യൂ കൊടുത്തിരിക്കുകയാണ്. റൈറ്റ് വിംഗിൽ കുഡൂസ് സ്റ്റാർട്ട് ചെയ്യുന്നു. കുഡൂസ് ആണെങ്കിൽ എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റുന്ന ഒടുക്കത്തെ വെർസറ്റാലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. ഇന്നലെ വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാൻഡേർഡ് പെർഫോമർ കുഡൂസ് ആയിരുന്നു. എവിടെ കളിക്കുമ്പോഴും അദ്ദേഹം റൈറ്റ് ലെഫ്റ്റിലേക്കൊക്കെ നീങ്ങുന്ന സാധ്യത നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു നോച്ച് എബോവ് ആയിരുന്നു ബാക്കിയുള്ള വെസ്റ്റ് ഹാം പ്ലേയേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാധ്യത. പിന്നെ നമ്മൾ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫാനോസും അതുപോലെ തന്നെ കിൽമൻ സ്റ്റാർട്ട് ചെയ്യുന്ന ന്യൂ സൈനിങ് ആണ്. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് എമർസൺ ചെൽസി പ്ലെയറാണ്. റൈറ്റ് ബാക്ക് ആയിട്ട് വാംബസാക്ക, കീപ്പറായിട്ട് അരിയോള. പക്ഷേ ഇതിൽ ചെങ്ങനെ ടാക്ടിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൽ നിന്ന് എഡ്സൺ അൽവാരസ് ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് 3 ബാക്ക് ശൈലിയിൽ ബിൽഡ് ചെയ്തിട്ട് എന്താണ് ഫുൾ ബാക്കുകൾ, അതായത് പിന്നെ വംബസാക്ക ആണെങ്കിലും എമർസൺ ആണെങ്കിലും നല്ല രീതിയിൽ പിന്നെ മുമ്പോട്ട് പോയിട്ട് കളിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന അങ്ങനെ അറ്റാക്കിൽ ഹെൽപ്പ് ചെയ്യാറുള്ളത്. വംബസാക്കയുടെ ഗെയിം അല്ല, അത് വേറെ കാര്യം. അദ്ദേഹം ഗ്രേറ്റ് 1v1 ഡിഫൻഡറാണ്. ഒരു ഡിഫൻഡർ എന്ന നല്ലൊരു ഡിഫൻഡിംഗിലും അറ്റാക്കിലേക്ക് പോകുമ്പോൾ അത്ര കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് അദ്ദേഹത്തിന് നടത്താൻ സാധിക്കില്ല. ഈ മത്സരത്തിൽ ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പോയാലുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഗെയിം അല്ല അത്. അപ്പോൾ ഇത് എന്താണ് ഈ എഡ്സൺ അൽവാരസിന് കൊടുത്ത മറ്റൊരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ നിക്കോളസ് ജാക്സനെ മാൻമാർക്ക് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം കൂടിയായിരുന്നു. അതിൽ കംപ്ലീറ്റ്ലി ചെങ്ങായി പാളിപ്പോകുന്നൊരു സിറ്റുവേഷൻ ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ ജാക്സന്റെ പേസുമായിട്ടും ഒന്നും അദ്ദേഹത്തിന് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എഡ്സൺ അൽവാരസിന്. അപ്പോൾ അതിന് ഈ മാൻമാർക്ക് ജോബ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ ലെവലും കാര്യങ്ങളും വേണം. അൽവാരസിന് അത് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് എഡ്സൺ അൽവാരസ് ആ ഒരു ഡിഫൻസിലേക്ക് കൂടി ഇറങ്ങി വരുമ്പോൾ ഇവർ മിഡ്ഫീൽഡിൽ വളരെ ലൈറ്റ് ആകുന്ന സിറ്റുവേഷനും ചെൽസി ആണെങ്കിൽ കുക്കുരയെ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുമായിരുന്നു. അപ്പോൾ അതാണ് ചെൽസിക്ക് ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു എക്സ്ട്രാ ബോഡി കൂടുതൽ വരുന്നു. അങ്ങനെ മിഡ്ഫീൽഡിൽ യാതൊരു തരത്തിലുള്ള ഒരു കൺട്രോളും വെസ്റ്റ് ഹാമിന് നേടിയെടുക്കാൻ സാധിക്കില്ല. ഗുഡോ റോഡ്രിഗസ് ശരിക്കും സ്ട്രഗിൾ ചെയ്യാണ് ആ ഒരു മിഡ്ഫീൽഡിൽ. അദ്ദേഹത്തെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഫസ്റ്റ് ഹാഫിൽ തന്നെ സൂചകനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ അത്തരത്തിലുള്ള ചേഞ്ച് ലോപ്പറ്റേഹി വരുത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി 2-0 പുറകിൽ പോയതിന് ശേഷം. അപ്പോൾ ഇവിടെ ചെൽസിയുടെ ഗെയിം പ്ലാൻ കൃത്യമായിട്ടും വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ചെൽസി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിക്കോളസ് ജാക്സൺ ബ്രേസ് അടിച്ചിരിക്കുകയാണ്. കോൾ പാമർ ഗോൾ അടിച്ചിരിക്കുകയാണ്. നിക്കോളസ് ജാക്സന് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലാസ് ഫിനിഷിംഗ് ആയിരുന്നു. ഒപ്പം കോൾ പാമർ അത്ര ഹെവിലി ഇൻവോൾവ് ആയിരുന്നില്ലെങ്കിൽ പോലും എന്താണ് ആ ഒരു ഗോൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അർഹിക്കുന്നത് മോയിസസ് കൈസേഡോയാണ്. വീണ്ടും മറ്റൊരു ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആണ് ഈ ചെന്നൈ മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ചുള്ളത്. ഇപ്പോൾ ആരും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈസ് ടാഗിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അതിനർത്ഥം ചെന്നൈ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ്. മാത്രമല്ല ആ മിഡ്ഫീൽഡിൽ ചെന്നൈ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, എസ്പെഷ്യലി ഡ്യൂലുകൾ വിൻ ചെയ്യുന്നതിൽ ചെന്നൈ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അൺബിലീവബിളാണ്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ചെൽസിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത് മോയിസസ് കൈസേഡോയാണ്. 8 ടാക്കിളുകൾ ചെന്നൈ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ളത് ചെന്നൈ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ളത് ചെന്നൈ തന്നെയാണ്. 3 ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ലെവൈ കോളുകളാണ് ഏറ്റവും കൂടുതൽ പാസുകൾ ചെൽസിക്ക് വേണ്ടിയിട്ട് പിന്നെ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കാൾ 2 പാസുകൾ കുറവ് മാത്രമാണ് മോയിസസ് കൈസേഡോ നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ മത്സരത്തിൽ 13 ഡ്യൂലുകളാണ് ചെന്നൈ വിൻ ചെയ്തിട്ടുള്ളത്. അത് ഈ പ്രീമിയർ ലീഗ് സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഡ്യൂലുകൾ വിൻ ചെയ്തതിൻ്റെ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഇപ്പോൾ മോയിസസ് കൈസേഡോ കയറിപ്പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി ഒപ്പം ആ ഒരു ജാക്സന് കൊടുത്തുള്ള അസിസ്റ്റ്, ആ ത്രൂ ബോൾ ബ്രില്യൻ ത്രൂ ബോളാണ്. അപ്പോൾ അത്തരത്തിൽ മോയിസസ് കൈസേഡോ അങ്ങോട്ട് എന്താ പറയുക, എൻസോ മരസ്കയുടെ സിസ്റ്റത്തിൽ ചെൽസിയുടെ മിഡ്ഫീൽഡിൽ അങ്ങനെ ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് പെർഫോം ചെയ്തിട്ട് ഇങ്ങനെ നിലകൊള്ളുകയാണ്. അധികം ആളുകൾ ഇപ്പോഴും സംസാരിച്ച് തുടങ്ങിയിട്ടില്ല മോയിസസ് കൈസേഡോ, പക്ഷേ ഇൻക്രെഡിബിൾ
പെർഫോമൻസ് ആണ് ചെങ്ങായി കാഴ്ചകൾ. അദ്ദേഹത്തിൻ്റെ കൂടെ എൻസോ ഫെർണാണ്ടസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുക്കുറെ ഇൻവേർട്ട് ചെയ്യുന്ന കൂടി എൻസോ ഫെർണാണ്ടസ് കുറച്ചുകൂടെ മുമ്പോട്ടേക്കൊക്കെ കയറി പോകാനുള്ള ഫ്രീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡീപ്പായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. എൻസോ ഫെർണാണ്ടസ് എന്നുള്ള ഒരു ഓക്കെ പെർഫോമൻസ്. പക്ഷേ മോയിസസ് കായ്സഡോ അൺബിലീവബിളി ഗുഡായിരുന്നു എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല ഈ സീസണിൽ 50+ ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്ത പ്ലെയർമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഡ്യൂൽ പെർസെൻറ്റേജ് അവകാശപ്പെടാൻ പറ്റുന്നത് മോയിസസ് കായ്സഡോക്കാണ്. 64.4% ഡ്യൂലുകൾ ചെങ്ങായി വിൻ ചെയ്തിട്ടുണ്ട്. ഇൻക്രെഡിബിൾ റേറ്റ് ആണത്. അതാണ് മോയിസസിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. പിന്നെ നീക്കോ പതാ 5 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 2 അസിസ്റ്റുകളും കമ്പൈൻ ചെയ്തിട്ടുണ്ട്. 6 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ബോൺമൗത്തിനെതിരെ ചെങ്ങായി വേസ്റ്റ്ഫുൾ ആണെങ്കിൽ ഈ മത്സരത്തിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു സ്ട്രൈക്കറിൻ്റെ അടുത്ത് നമുക്ക് എന്താണോ കാണേണ്ടത് അത്തരത്തിലുള്ള ഫിനിഷിങ് അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു. മാത്രമല്ല അതിൻ്റെ വർക്ക് റേറ്റ് ഭീകരമാണ്. അദ്ദേഹം ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് പല സാഹചര്യങ്ങളിലും ലിങ്ക് പ്ലേയിൽ സഹായിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വെസ്റ്റ് ഹാമിനെ ശരിക്കും ഡെങ്ങറുണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി മിഡ്ഫീൽഡിൽ ഔട്ട് നമ്പേർഡാണ്. അതിൻ്റെ കൂടെ നിക്കോളസ് ജാക്സൺ കൂടി താഴോട്ട് ഇറങ്ങി വരുന്നതോട് കൂടിയിട്ട് ശരിക്കും വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു തരത്തിലും ഒരു കൺട്രോളും കിട്ടുന്നില്ല. പിന്നെ എന്താണ് ഈ വെസ്റ്റ് ഹാമിൻ്റെ കോർണറുകളിൽ നിന്ന് പോലും ചെൽസി കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ 4v2 5v3 സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ടാക്ടിക്കലി വെസ്റ്റ് ഹാം കംപ്ലീറ്റ്ലി അബദ്ധമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഓരോ വെസ്റ്റ് ഹാമിൻ്റെ കോർണറിൽ പോലും ചെൽസിക്ക് ബോൾ കിട്ടുമ്പോൾ എന്താണ് ചെൽസി ഇപ്പോൾ ഗോൾ അടിക്കുമെന്നുള്ള രീതിയിലാണ്. ഓരോ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോയിലും ചെൽസി ഗോൾ അടിക്കുന്ന പോലെയായിരുന്നു ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. അതിന് വെസ്റ്റ് ഹാമിൻ്റെ ഷേപ്പ് വളരെ മോശമായിരുന്നു എന്നുള്ളത് എടുത്ത് പറഞ്ഞ സംഭവമാണ്. ഈ ഫുൾ ബാക്കുകളൊക്കെ വളരെ ഹയർ അപ്പ് ദ പിച്ച് കളിക്കുന്നു. അത് ചെൽസിയുടെ വിംഗേഴ്സിനാണെങ്കിലും ജാക്സനൊക്കെ ആണെങ്കിലും ചാനലിലൂടെ റൺ ചെയ്യാൻ ഇഷ്ടം പോലെ സ്പേസും ടൈമും കിട്ടുന്നു. അവർ ടാക്കിൾ നടത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് ടാക്കിളുകളൊക്കെ നടത്തി. പക്ഷേ തുടക്കത്തിൽ യാതൊരു ഡ്യൂലുകൾ വിൻ ചെയ്യാനുള്ള ശ്രമമോ ഒന്നും വെസ്റ്റ് ഹാമിൻ്റെ ഭാഗത്ത് വരുന്നുണ്ടായിരുന്നില്ല. ഡേവിഡ് മോയ്സിൻ്റെ ടീം കുറേ ഫിസിക്കലായിട്ടുള്ള ഒരു ടീമാണ്. ഇവിടെ ആ ഒരു ഫിസിക്കാലിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് സൂചക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ശ്രമം തുടക്കത്തിൽ തന്നെ ലോപ്പറ്റഹി നടത്തിയത്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ലോപ്പറ്റഹി നടത്തിയത് ആ ഒരു ഫിസിക്കാലിറ്റി കൂടി കൊണ്ടുവരാനായിട്ടുള്ളത്. പിന്നെ ഇതേ വെസ്റ്റ് ഹാമിനെ ഇപ്പോൾ മെയ് മാസത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, പൊച്ചറ്റിനോട് ചെൽസി 5-0 എന്നുള്ള സ്കോർ ലൈന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തിൻ്റെ തുടക്കത്തിൽ ഓഗസ്റ്റിൽ വെസ്റ്റ് ഹാമിനെതിരെ ചെൽസി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ലോപ്പറ്റഹിയുടെ ടീമിനെ ചെൽസി പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഹാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സീസണിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 3 ഹോം മത്സരങ്ങൾ പരാജയപ്പെടുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അത്തരത്തിലുള്ള ഒരു അൺവാണ്ടഡ് റെക്കോർഡ് കൂടി ലോപ്പറ്റഹിയുടെ വെസ്റ്റ് ഹാമിൻ്റെ തലയിൽ വന്ന് ചേർന്നിരിക്കുകയാണെന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ഫസ്റ്റ് ഗോൾ എങ്ങനെയാണ് വന്നത്? വെസ്റ്റ് ഹാമിൻ്റെ അറ്റാക്കിനൊടുവിൽ ഒരു ഫ്രീ കിക്ക് ചെൽസി വിൻ ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഗോൾ വരുന്നത്. അപ്പോൾ ഈ കുക്കുറയെ വെക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലൂടെ റൈറ്റ് വിങ്ങിലൂടെ കുഡൂസ് അറ്റാക്ക് ചെയ്യാൻ മുമ്പോട്ടേക്ക് കയറി വരുന്നത്. അതിൻ്റെ ഷോട്ട് സാഞ്ചസ് സേവ് ചെയ്യുന്നു, ചെൽസി ക്ലിയർ ചെയ്യുന്നു. നിക്കോളസ് ജാക്സൺ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ചെൽസിയുടെ ഏരിയയിലേക്ക്. എന്നിട്ട് ആ ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം മവ്രപാനോസാണ് അദ്ദേഹത്തെ ഫൗൾ ചെയ്തെന്നുള്ള ഒരു ഓർമ്മ. അങ്ങനെ ഫ്രീ കിട്ടുന്നു. ഈ ഫ്രീയിൽ വളരെ ക്വിക്കായിട്ട് തിങ്ക് ചെയ്യാണ് ചെൽസി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് ഫ്രീ കിക്ക് എടുക്കുന്നു, അത് നിക്കോളസ് ജാക്സൺ സാൻചോ കൊടുക്കുന്നു. സാൻചോ ഈ ജാക്സനെ ആ ലെഫ്റ്റ് ചാനലിലൂടെ റൺ ചെയ്യാൻ തീരുമാനിച്ച ജാക്സനെ റിലീസ് ചെയ്യുന്നു. ജാക്സൻ്റെ മുമ്പിൽ ഏക്കേഴ്സ് ഓഫ് സ്പേസ് ആണ്. അവിടെ എന്താണ് ഡിഫൻസ് ഒരു തരത്തിലും ജാക്സൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല. എല്ലാവരും എന്താണ് ആ കട്ട് ബാക്ക് എന്താകും എന്നുള്ള ചിന്തയിൽ മാത്രമാണ് നിൽക്കുന്നത്. നിക്കോളസ് ജാക്സൺ കട്ട് ബാക്ക് കൊടുക്കുന്നുള്ള പ്രതീക്ഷയിൽ നിക്കോളസ് ജാക്സൺ അതുമായി ഡ്രൈവ് ചെയ്ത് ബോക്സിലേക്ക് പോകുന്നു. ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അൽവാരസ് ഓടി എത്തുന്നില്ല. ഈ അൽവാരസിനെയാണ് മാൻ മാർക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പേസ് ഡിഫറൻസ് ഭീകരമാണ് 2 പ്ലേയേഴ്സ് തമ്മിൽ. അങ്ങനെ ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മത്സരം തുടങ്ങിയിട്ട് 4 മിനിറ്റ് അങ്ങനെ ആകുമ്പോഴാണ് അരിയോളയുടെ കാലിൻ്റെ നടയിലൂടെ ജാക്സൺ ഫിനിഷ് ചെയ്യുന്നു. അരിയോളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിനത് കാണാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരിക്കില്ല ഈ തിരിച്ചത്. പക്ഷേ ജാക്സൺ അവിടെ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ചെൽസി തുടക്കത്തിൽ തന്നെ ലീഡ് എടുക്കുന്നു. പിന്നെ നമ്മളെന്താണ് കാണുന്നത്? അവിടുന്ന് അധികം വൈകാതെ തന്നെ വെസ്റ്റ് ഹാം ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ഒരു വെസ്റ്റ് ഹാമിൻ്റെ റൈറ്റ് സൈഡിൽ. അപ്പോൾ അവർ വിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കുക്കുറയ ആ ബോൾ വീണ്ടും വിൻ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ലെഫ്റ്റ് ചാനലിലൂടെ റൺ ചെയ്തിട്ടുള്ള നിക്കോളസ് ജാക്സനെ പിക്ക് ചെയ്യുന്നു. അങ്ങനെ നിക്കോളസ് ജാക്സൺ കട്ട് ഇൻസൈഡ് ചെയ്യുന്നു. ഇത്തവണ കട്ട് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്. കട്ട് ഇൻസൈഡ് ചെയ്യുമ്പോൾ കോൾ പാമറിലേക്കാണ് അത് എത്തുന്നത്. കോൾ പാമറുടെ ഷോട്ട് അത് പുറത്തേക്ക് പോയി, വൈഡായിട്ട് പോയി. അത് അദ്ദേഹം ഫിനിഷ് ചെയ്യണമായിരുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പാമറിനെ സംബന്ധിച്ചോളം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അഗെയിൻ ഇവിടെ എവിടെ വെസ്റ്റ് ഹാമിൻ്റെ ഫുൾ ബാക്കുകൾ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു മൊമെൻറ്റ് ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ചെൽസി രണ്ടാമത്തെ ഗോൾ അടിച്ചതിന് ശേഷമാണ് ആ ഒരു പെനാൽറ്റി കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പ് രണ്ടാമത്തെ ഗോൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ കുക്കുറയുടെ പൊസിഷൻ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ചെങ്ങായി ഇൻവേർട്ട് ചെയ്ത് നിൽക്കുന്നു. അവിടെ 1-2 പാസുകൾ
നടത്തുന്നു കൈസൈഡോ ഒക്കെ ആയിട്ട്. അങ്ങനെ കൈസൈഡോ ഈ ജാക്സൻ്റെ സെൻട്രലിലൂടെ റണ്ണ് വളരെ അനായാസം പിക്ക് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അമിൻ്റെ ഡിഫൻസിൽ നിന്ന് ഒരാൾ ആ ഒരു മിഡ്ഫീൽഡറിലേക്ക് ജമ്പ് ചെയ്യുകയാണ്. ഈ അവസരത്തിൽ അൽവാരസിന് കൊടുത്തുള്ള ദൗത്യം എന്താണ്? ഈ ജാക്സനെ ട്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. പുള്ളിക്കാരൻ അവിടെ ജാക്സനെ ട്രാക്ക് ചെയ്യുന്നൊന്നുമില്ല, ജാക്സനെ റണ്ണൊന്നും ട്രാക്ക് ചെയ്യുന്നൊന്നുമില്ല. മോയിസസ് കൈസൈഡോ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അതിന് മുമ്പിൽ, പക്ഷേ സ്റ്റിൽ ആ പാസിൻ്റെ വെയിറ്റേജ് നല്ലതായിരിക്കണം, ജാക്സൻ്റെ റണ്ണ് നല്ലതായിരിക്കണം. ഇതൊക്കെ അവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് 2 പ്ലേയേഴ്സ് നടത്തുന്നു. ജാക്സൺ ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ഇൻക്രെഡിബിൾ ഫിനിഷ് അവിടെ കാഴ്ചവെക്കുകയാണ്. അപ്പോൾ അത് എന്താണ്, ഈ പ്ലെയറിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഫിനിഷ്. അങ്ങനെ ചെൽസി 2-0 എന്നുള്ള ലീഡ് എടുക്കുന്നു. പിന്നെ ആ ഒരു സമർവെലിനെ റിലീസ് ചെയ്യുന്നു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ചെൽസിയുടെ റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൊഫാനയാണ്. അതായത് കുക്കുരയെ ഇൻവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്താണ്, ഒരു 3 at the back രീതിയിൽ ചെൽസി ഡിഫൻസിലുണ്ടാവും. ഈ ഫൊഫാന ആ ഒരു റൈറ്റ് സൈഡിൽ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. സമ്മർവെല്ല് ഇടങ്ങറുണ്ടാക്കുന്നുണ്ടായിരുന്നു. സമ്മർവെല്ലിൻ്റെ കൈ പിടിച്ച് വലിച്ചിടുന്നുണ്ട് ചങ്ങായി. അത് പെനാൽറ്റി റെഫറി കൊടുക്കായിരുന്നു. റെഫറി കൃത്യമായിട്ടും അത് കാണുന്നുണ്ട്. ചെൽസിയെ സംബന്ധിച്ചോളം ഒരു ലക്കി മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. VR ഇടപെട്ടിട്ട് പിന്നെ ആ ഒരു എന്താണ്, റെഫറിയുടെ തീരുമാനത്തെ മറികടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയില്ല, അല്ലെങ്കിൽ റെഫറീനെ വിടാനുള്ള തീരുമാനമൊന്നും അവരെടുത്തില്ല. അപ്പോൾ അത് ചെൽസിയെ സംബന്ധിച്ചോളം ഒരു ലക്കി മൊമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫൊഫാനെ സംബന്ധിച്ചോളം ലക്കി മൊമെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് അവിടെ അങ്ങനെ ചെൽസി രക്ഷപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്നതാണ്. അത് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഗോൾ മടക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ സാഞ്ചസിനെ ബീറ്റ് ചെയ്യണം, അത് വേറെ കാര്യം. സാഞ്ചസ് നല്ല ഫോമിലാണ്, ഷോർട്ട് സ്റ്റോപ്പിംഗ് രീതിയിൽ നിൽക്കുന്നത്. പിന്നെ കുഡൂസ് ഒരു ഗോൾ അടിച്ചു പക്കാറ്റയുടെ ത്രൂ ബോളിൽ, പക്ഷേ കുഡൂസ് അവിടെ ഓഫ് സൈഡ് ആയിരുന്നു. പിന്നെ സൂച്ചക്ക് വന്ന പാടെ തന്നെ സാഞ്ചസിനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ക്ലീൻ ആയിരുന്നു, പക്ഷേ അത് സ്ട്രേറ്റ് ടു സാഞ്ചസ് ആകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പക്വേറ്റയൊക്കെ എന്താണ് പോരായിരുന്നു എന്നുള്ളതാണ്. പക്വേറ്റയൊക്കെ ആ ഒരു ബെറ്റിംഗ് സ്കാൻഡിൽ വന്നതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ വെസ്റ്റ് ഹാമിൻ്റെ സമയത്ത് ഇടയ്ക്കൊന്ന് തളർത്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുന്നില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫ്ലെയർ ഉണ്ട് നമുക്കറിയാം, പക്ഷേ കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് കാണുന്നത്. എന്തായാലും കുഡൂസ് ഇൻക്രെഡിബിളായിട്ടാണ് ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ എന്താണല്ലോ ഇവരോട് പറഞ്ഞത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ പാടെ തന്നെ ഫസ്റ്റ് ഹാഫിൽ കണ്ട അതേപോലത്തെ ഇൻസിഡൻറ്റ് നമ്മൾ കാണാണ്. അതായത് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ചെൽസി ഗോൾ അടിക്കുകയാണ്. അതിലെന്താണ് സംഭവിച്ചത്? ബോക്സിൽ വെസ്റ്റ് ഹാം ചെൽസിയുടെ ബോക്സിൽ ബോൾ യൂസ് ചെയ്യുന്നു. ആ അറ്റാക്ക് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. എൻസോ ഫെർണാണ്ടസ് നിക്കോളസ് ജാക്സനെ പിക്കാണ്. നിക്കോളസ് ജാക്സൺ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നിക്കോളസ് ജാക്സൺ മോയിസസ് കൈസൈഡോക്ക് പാസ് കൊടുക്കുന്നു. കൈസൈഡോ അവിടെ ഫൗൾ ചെയ്യുന്നുണ്ട്, പക്ഷേ കൈസൈഡോ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നീക്കോക്ക്. അങ്ങനെ നീക്കോ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാണ്. അഗെയിൻ ചെൽസിക്ക് നമ്പേഴ്സ് കൂടുതലാണ് ആ ഒരു കൗണ്ടർ അറ്റാക്കിൽ. വെസ്റ്റ് ഹാമിൻ്റെ റെസ്റ്റ് ഡിഫൻസ് അവിടെ, അതായത് വെസ്റ്റ് ഹാം ഒരു അറ്റാക്കിംഗ് സീനിൽ നിൽക്കുമ്പോൾ അവരുടെ റെസ്റ്റ് ഡിഫൻസ്, അവരുടെ ഫുൾ ബാക്ക് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്വറ്റൊക്കെ ജോഗ് ചെയ്യുകയാണ്. ചെൽസി പ്ലേയേഴ്സ് ഇങ്ങനെ സ്പ്രിൻറ്റ് ചെയ്തിട്ട് അറ്റാക്കിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ പക്വറ്റൊക്കെ റിക്കവറി പേസൊക്കെ വളരെ മോശം. അതായത് ഹാഫ് കൊണ്ട് തുടങ്ങിയിട്ടുള്ളൂ, എനർജി പോയി എന്നൊന്നും പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ വേണോ വേണ്ടെന്നുള്ള രീതിയിൽ റൺ ചെയ്യുന്നു. അങ്ങനെ നീക്കോൻ്റെ വലത്ത് കൂടെ മധുക്കെ റൺ ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് കൂടെ പാമർ റൺ ചെയ്യുന്നുണ്ട്. പാമറിനെ പിക്ക് ചെയ്യുന്നു. പാമർ നല്ല രീതിയിൽ ആ ടൈറ്റ് ആംഗിളിൽ നിന്ന് ബ്യൂട്ടിഫുൾ ഫിനിഷ് നമ്മൾ കാഴ്ചവെക്കുന്നതാണ് കണ്ടത്. അതായത് പോസ്റ്റ് തട്ടിയിട്ട് വലയിലേക്ക് പോകുന്നു. ബ്യൂട്ടിഫുൾ ഗോൾ. അങ്ങനെ ചെൽസി 3ാമത്തെ ഗോൾ അടിക്കുന്നു. പിന്നെ ലോപ്പറ്റേക്ക് വേറെ ചേഞ്ചസ് ഒക്കെ വരുത്തി. സമർവെലിനെ പിൻവലിച്ചിട്ട് കുഡൂസിനെ ലെഫ്റ്റിലേക്ക് നീക്കിയിട്ടുണ്ടായിരുന്നു. ഫൊഫാനയെ പിൻവലിച്ചിട്ട് ഡിസാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫൊഫാന ഓൾറെഡി യെല്ലോ കാർഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് മാരസ്ക വരുത്തുന്നു. പാമറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പാമർ ഇത്തിരി സർപ്രൈസ്ഡ് ആയിരുന്നു പാമറിനെ പിൻവലിക്കുന്ന സാധ്യത, പക്ഷേ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. കാരണം ഓൾറെഡി മത്സരം ബെഞ്ച് ചെയ്തുള്ള സിറ്റുവേഷനാണ്. പിന്നെ നീക്കോയെ പിൻവലിച്ചിട്ട് എൻകൂക്കുവിനെ കൊണ്ടുവരുന്നു. ഇതൊക്കെ 60 മിനിറ്റ് കഴിഞ്ഞുള്ള സാഹചര്യത്തിലാണ്. ജോ ഫെലിക്സിനെ കൊണ്ടുവന്നത് പാമറിനെ പിൻവലിച്ചിട്ടാണ്. പെഡ്രോ നെറ്റോയെ കൊണ്ടുവന്നായിരുന്നു സാൻചോയെ പിൻവലിച്ചിട്ട്. സാൻചോക്ക് ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെങ്കിലും കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസും കാര്യങ്ങളും വരുത്തുന്നു. പിന്നെ എൻജോയെ മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ മാറ്റിയിട്ട് ഡ്രൂസ്ബറി ഹാളിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു അവസരത്തിൽ മോയിസസ് കൈസൈഡോക്കാർ ക്യാപ്റ്റൻ സംബാൻ്റെ എൻസോ ഫെർണാണ്ടസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോയിസസ് കൈസൈഡോ ഇൻക്രെഡിബിൾ ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോപ്പറ്റഹി ആണെങ്കിൽ ക്രെസ്വെല്ലിനെ കൊണ്ടുവന്ന് ക്രെസ്വെല്ലിന് നല്ലൊരു ക്രോസൊക്കെ ബോക്സിലേക്ക് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇർവിങ്ങിനെ കൊണ്ടുവന്നു. ഇർവിങ് വന്ന പാടെ ഒരു ഷോട്ട് അടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആൻ്റോണിയോ കൊണ്ടുവന്നു ഒരു ഫിസിക്കാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ ആൻ്റോണിയോ വന്ന സാഹചര്യത്തിൽ പിന്നെ എന്താണ് ആൻ്റോണിയോ സ്ട്രൈക്കറായും റൈറ്റ് വിങ്ങിലേക്ക് ബോബൻ നീങ്ങുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കാർലോസ് സോളർ വന്നിട്ടുണ്ടായിരുന്നു എഡ്സൺ അൽവാരസിന് പകരമായിട്ട്. അൽവാരസൊക്കെ ശരിക്കും സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ
ചെൽസിയെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വിക്ടറി നേടാൻ സാധിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിനി ക്രൈസിസ് ആണ്. എങ്ങനെ അവർ ഇതിൽ നിന്ന് കരകയറും എന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ഇനി എൻസോ മരസ്കയുടെ 1-2 സ്റ്റാറ്റ്സുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം. അതായത് 2016 പെപ് ഗോർഡിയോള മാഞ്ചസ്റ്റർ സിറ്റി ആദ്യത്തെ 3 എവേ മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ വിജയിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മാനേജർ തൻ്റെ ആദ്യത്തെ 3 എവേ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ വിജയിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഓഫ് ദ ബോൾ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. എൻസോ മരസ്ക തന്നെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആകാനുണ്ട് എന്നുള്ളത് കണ്ടറിയാം. ലോ ബ്ലോക്ക് ടീമുകൾക്കെതിരെ എങ്ങനെയായിരിക്കും ഈ ടീം പ്രതികരിക്കുക എന്നുള്ളത്, ബെറ്റർ ഒപ്പോണൻസുകൾക്കെതിരെ ടീം ഏറ്റുമുട്ടുക എന്നുള്ളത് കണ്ടറിയണം. വെസ്റ്റ് ഹാം ഒന്നും ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമേ ആയിരുന്നില്ല ഡിഫൻസീവിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ലിവർപൂളിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആൻഫീൽഡിൽ ലിവർപൂൾ ബോൺമൗത്തിനെ 3-0 എന്നുള്ള സ്കോർ ലൈന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊരു ഇംപ്രസീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ആർണി സ്ലോട്ടിൻ്റെ ടീമിന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു ക്ലീൻ ഷീറ്റ്, എന്താണ് പിന്നെ ഒരു റിയാക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം. മിലാനെതിരെ റിയാക്ഷൻ നമ്മൾ കണ്ടതാണ്. പക്ഷേ പ്രീമിയർ ലീഗിലും ആ റിയാക്ഷൻ അവർ കാഴ്ചവെച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഗെയിം വീക്കിൽ അവർ ഫോറസ്റ്റിനെതിരെ പരാജയം ഏറ്റുവാങ്ങിയില്ലായിരുന്നല്ലോ ആൻഫീൽഡ് ഫെയ്ത്ത്ഫുളിൻ്റെ മുമ്പിൽ. ഇവിടെ ലൂയിസ് ഡിയാസ് ഷോ ആണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് ഹാഫിൽ അവർ 2 മിനിറ്റുകൾക്കുള്ളിൽ 2 കിടിലൻ ഗോളുകൾ ചങ്ങാടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് എന്താണ് ഈ ആർണി സ്ലോട്ടിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു വേഴ്സറ്റാലിറ്റി നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് എന്താണ് ബോൺമൗത്ത് നല്ല രീതിയിൽ അഗ്രസീവായിട്ട് എരിയോളുടെ കീഴിൽ പ്രസ് ചെയ്യുന്നൊരു യൂണിറ്റാണ്. അപ്പോൾ ഈ പ്രസ്സിനെ മറികടക്കാൻ പല രീതിയിൽ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ എന്താണ് തുടക്കത്തിൽ ബാക്കിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് കേലറാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത്. ആലിസന് പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ എന്താണ് ബാക്കിൽ നിന്ന് അത്ര കംഫർട്ടബിളായി ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതിനൊരു പരിഹാരം വേണം. ആ പരിഹാരം എന്താണ്? ലോങ് ബോളുകൾ, ഡയറക്റ്റ് ബോളുകൾ കൊടുക്കുക. ആ ഡയറക്റ്റ് ബോളുകളിലൂടെ സക്സസ് കണ്ടെത്താൻ ഈ പിന്നെ ആൻഫീൽഡിൽ ലിവർപൂളിന് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആർണി സ്ലോട്ട് എന്ന് പറയുന്ന മാനേജറിൻ്റെ ആ ഒരു അഡാപ്റ്റബിലിറ്റി നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ലെസൺസ് പഠിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത്തരത്തിൽ എന്താണ് പല രീതിയിൽ നമുക്ക് ടീമുകൾ അറ്റാക്ക് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള വെപ്പണുകൾ ആ ടീമിലുണ്ട്, ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഈ മത്സരത്തിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്കിൽ നിന്നുള്ള ബിൽഡപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് അനായാസമായിട്ട് പാസ് ചെയ്തിട്ട് 1 ടച്ച് പാസിലൂടെ ലിവർപൂൾ മൂവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പിന്നെ എന്താ പറയുക, സലയുടെ അറ്റംപ്റ്റ് അത് ഗോൾ കീപ്പർ സേവ് ചെയ്തു. എന്നിട്ട് ഡാർവിൻ ന്യൂസിൻ്റെ കയ്യിൽ തെറ്റി ഡാർവിൻ ന്യൂസിൻ്റെ അറ്റംപ്റ്റ് ഹൗസൻ എന്ന് പറയുന്ന ഡിഫൻഡർ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുന്നു. അത് ഡാർവിൻ ന്യൂസിൻ്റെ കയ്യിൽ തട്ടി എന്നുള്ള വാദത്തിലേക്കാണ് പിന്നീട് എത്തിയത് റെഫറി. പക്ഷേ അത് ഗോളായിരുന്നെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഗോളായി പോയേനെ. കാരണം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു ബിൽഡപ്പ് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഇതേപോലെ തന്നെ ചെൽസിയുടെ മത്സരത്തിൽ നല്ലൊരു 20+ പാസുകൾ അടങ്ങുന്ന തരത്തിലൊരു ബിൽഡപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ മറന്നു, ഇപ്പോഴാണ് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും എന്താണ് അങ്ങനെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ലോങ് ബോളുകൾ കൊടുക്കാനും ഈ ടീം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് ആ രീതിയിൽ വെറൈറ്റി രീതിയിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പോസിഷൻ ടീമിനെ സംബന്ധിച്ചോളം പ്രശ്നമാകും. പിന്നെ മാത്രമല്ല ഈ ഇരവളുടെ ടീമിൻ്റെ ഫ്രണ്ട് ലൈനിൽ പ്രസ്സിങ് മറികടന്ന് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാവും പ്ലേയേഴ്സിന് ഓപ്പറേറ്റ് ചെയ്യാൻ. അത്തരത്തിൽ ഇഷ്ടംപോലെ സ്പേസ് ലിവർപൂളിൽ കിട്ടുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ ഗ്രാവംബർഗിൻ്റെ ഒരു പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം ബോൺമൗത്ത് കൗണ്ടർ അറ്റാക്കിലൂടെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവാനിൽസിൻ്റെ പിന്നെ ക്രോസ്, റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ്, സെമെന്യോ ഗോൾ അടിക്കുന്നു. സെമെന്യോ ഓൾറെഡി ലിവർപൂൾ ആരാധകർക്കൊരു വില്ലനായിട്ട് അറിയുന്നൊരു ചങ്ങായിയാണ്. അപ്പോൾ പക്ഷെ അവിടെ ലിവർപൂൾ രക്ഷപ്പെട്ടു പോയത് സെമെന്യോ ഓഫ് സൈഡ് ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ തുടക്കത്തിൽ ഒരു സ്കേറി മൊമെൻ്റ് ആയിരുന്നു അത്. ലൂയിസ് ഡിയാസ് ലെഫ്റ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് ഔട്ട് സൈഡ് ബോക്സിന് അടിക്കുന്നു. കെപ്പ സേവ് ചെയ്യാണ്. കെപ്പയാണ് ബോൺമൗത്തിൻ്റെ കീപ്പർ. പിന്നെന്താണ് ഒരു ലോങ് ബോൾ ലിവർപൂൾ കൊടുക്കുന്നു. ആ ഒരു മിഡ് ഏരിയയിൽ അവർ വിൻ ചെയ്യുന്നു. മിഡ്ഫീൽഡിൽ നിൽക്കുന്ന മെക്കാലിസ്റ്ററിലേക്ക് ആ ബോൾ എത്തുന്നു. മെക്കാലിസ്റ്ററിൻ്റെ ഒരു ത്രൂ ബോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബോൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ആ മിഡ് ഏരിയയിൽ നിന്ന് സലേക്ക് കൊടുത്തുള്ള ബോളാണ്. സെൻസേഷണൽ പാസ്. അത് ഗോളായിരുന്നെങ്കിലുണ്ടല്ലോ 1 ഓഫ് ദി ബെസ്റ്റ് പാസസ് ഓഫ് ദി സീസൺ ആയി പോയനെ. പക്ഷേ സാലയുടെ ഷോട്ട്, റൈറ്റ് സൈഡിൽ നിന്നുള്ള ഷോട്ട് കെപ്പ സേവ് ചെയ്യാണ്. അത് ഒരു ക്രൂഷ്യൽ സേവ് അവിടെ കെപ്പക്ക് നടത്താൻ സാധിച്ചു. പിന്നെ നമ്മളെന്താണ് കാണുന്നത്, ചെരീസിന് ബോൺമൗത്തിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനുള്ള ലിവർപൂളിൻ്റെ ശ്രമം അവർ തടയുന്നു. അങ്ങനെ സെമിനിയോടെ ഓപ്പർച്യൂണിറ്റി അത് പിന്നെ കെലർ സേവ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. പിന്നെ എന്താണ് ലോങ് ബോളിലൂടെ ലിവർപൂൾ ലീഡ് എടുക്കുകയാണ് 26ാമത്തെ മിനിറ്റിൽ. കൊനാട്ടെ ഒരു ലോങ് ബോൾ കൊടുക്കുന്നു. ലൂയിസ് ഡിയാസിൻ്റെ റണ്ണ് മികച്ചതാണ്. അവിടെ കെപ്പ അരിശുമുട്ടിൽ എന്താണ് ചെയ്തെന്നുള്ള ഒരു പിടുത്തമില്ല. എന്തിനാണ് അങ്ങോട്ടേക്ക് കയറി വന്നത്? അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ബോക്സിൻ്റെ പുറത്തേക്കാണ് കയറി വരുന്നത്. കയറി വന്നു കഴിഞ്ഞാൽ എന്താണ് ഡിസൈസീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം.
ബോൾ ക്ലിയർ ചെയ്യണം, ബോൾ വിൻ ചെയ്യണം. അവിടെ കെപ്പ നോമാൻസ് ലാൻഡിലായിരുന്നു. അങ്ങനെ അരിശുമൂട്ടിൽ കെപ്പ അവിടെ വീണ്ടും അബദ്ധം നടത്തുകയാണ്. ലൂയിസ് ഡിയാസ് കീപ്പറിനെ റൗണ്ട് ചെയ്തിട്ട് ഗോളാക്കി മാറ്റുന്നു. അപ്പോൾ അങ്ങനെ റൂട്ട് 1 ഫുട്ബോളിലൂടെ ലിവർപൂൾ മത്സരത്തിൽ ലീഡെടുക്കുന്നു. അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ ലൂയിസ് ഡിയാസ് ലിവർപൂളിൻ്റെ ലീഡ് ഉയർത്തുന്നതാണ് നമ്മൾ കണ്ടത്. ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ പാസിങ് എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ വിഷൻ അൺബിലീവബിളാണ്. ആ റൈറ്റ് സൈഡിലൂടെ റൺ ചെയ്ത് പോയിട്ട് എന്താണ് ഈ പ്രസ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സ്പേസ് ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ട്രെൻഡ് ഇങ്ങനെ ഏക്കേഴ്സ് ഓഫ് സ്പേസിലൂടെ അങ്ങനെ റൺ ചെയ്ത് വരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് പിക്ക് ചെയ്യാൻ. സൊബോസ്ലായി റൺ നടത്തിയിട്ടുണ്ട്. പക്ഷേ തൻ്റെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ലൂയിസ് ഡിയാസിനെ പിക്ക് ചെയ്യുന്നു. ലൂയിസ് ഡിയാസ് കെപ്പയുടെ കാലിൻ്റെ നടയിലൂടെ ഫിനിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. അങ്ങനെ ലിവർപൂൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഡിലേക്ക് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്നാമത്തെ ബോൾ ലിവർപൂൾ അടിക്കുന്നു. ഡാർവിൻ ന്യൂനസിൻ്റെ സെൻസേഷണൽ സ്ട്രൈക്കാണ്. അഗെയിൻ ലോങ് ബോളിലൂടെ തന്നെയാണ് ഇത് വരുന്നത്. ആ ലോങ് ബോൾ ആ ഒരു മിഡ് ഏരിയയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഡാർവിൻ ന്യൂനസ് ഹെഡ് ചെയ്ത് വിൻ ചെയ്യുന്നു. അറ്റാക്കിംഗ് പാർട്ട്ണറായിട്ടുള്ള സലയിലേക്ക് എത്തുന്നു. സല അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നു ഡാർവിൻ ന്യൂനസിനെ. ഡാർവിൻ ന്യൂനസിനെ സംബന്ധിച്ചോളം ആ റൈറ്റ് സൈഡിലൂടെ അദ്ദേഹം ഇങ്ങനെ പോവാണ്. മുമ്പോട്ട് കയറി വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പിന്നെ ഒന്ന് കട്ട് ഇൻസൈഡ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു ഷോട്ട് അങ്ങോട്ട് അൺലീഷ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഭയങ്കര ഡിഫിക്കൽട്ടുള്ളൊരു സാധനമാണ്. ഒരു ലൂയിസ് വാറസ് സ്റ്റൈൽ ഓഫ് ഗോളൊക്കെ ഡാർവിൻ ന്യൂനസ് അടിക്കുക. ഡാർവിൻ ന്യൂനസ് എന്നിട്ട് ആ ഗോൾ അടിച്ചതിന് ശേഷം കെപ്പ ചാടി നോക്കി. കെപ്പ ചാടി നോക്കുന്ന വെറുതെയാണ്. ഡാർവിൻ ന്യൂനസിൻ്റെ സെലിബ്രേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശ്വാസം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം എല്ലാം കൂടിയിട്ടുള്ളൊരു മിശ്രിതമായിട്ടുള്ളൊരു ഇമോഷൻ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്കൊക്കെ പോയിട്ട് അദ്ദേഹത്തിന് ശരിക്കും എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയുന്നില്ല. കാരണം 12 മത്സരങ്ങളായി ഗോൾ കോമ്പറ്റീഷൻസ് ചെങ്ങായി ഗോൾ അടിച്ചിട്ട് എന്തായാലും അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ ആർണിസ്ലോട്ട് തീരുമാനം എടുക്കുന്നു. അത് എന്താ പറയുക ഫലപ്രദമാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഗെയിം ഓൾമോസ്റ്റ് ഡൺ എന്നുള്ള രീതിയിലാണ്. സെക്കൻഡ് ഹാഫിൽ മോസലയ്ക്ക് ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കെപ്പയെ റൗണ്ട് ഓഫ് ചെയ്തു. പക്ഷേ കെപ്പ തന്നെ അവിടെ സേവ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതേ സീക്വൻസിൽ തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്കിൽ നിന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളൊരു അവസരം. ബോൺമൗത്തിൻ്റെ 1-2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു കോർണറിൽ നിന്ന് ക്രോസ് ബാറിലേക്ക് ഹിറ്റ് ചെയ്തിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ 3-0 എന്നുള്ള സ്കോർ ലൈൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആർണി സ്ലോട്ടിൻ്റെ ലിവർപൂൾ വിജയിച്ച് കയറുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ലാലിഗ മത്സരങ്ങളെക്കുറിച്ച് നമുക്ക് നാളെയോ മറ്റന്നാളായിട്ട് സംസാരിക്കാം. എന്തായാലും ഇന്നത്തെ ബിഗ് മാച്ച് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ആഴ്സണലാണ്. ഗുഡ് ബൈ.